സെന്റ് തോമസ് ഇവിടുത്തെ സഭയുടെ പിന്മുറക്കാർ. ഞങ്ങൾ നവീകരണക്കാർ. ഞങ്ങൾക്ക് മധ്യസ്ഥ ക്രിസ്തു മാത്രം. എന്തിനാ സഹോദരൻ നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത്? മലങ്കര അന്ത്യോക്യ നവീകരണ ആംഗ്ലിക്കൻ തർക്കമാണ്. നിങ്ങൾ ഏത് സഭക്കാരായാലും ക്രിസ്തുവിൽ ഒരു ഏക രക്ഷകനേ ഉള്ളൂ. കണ്ടില്ലേ, അടുത്ത ഞായറാഴ്ച CSI മർത്തോമ സംയുക്ത ആരാധന. അവർ ക്രിസ്തുവിൽ ഏകീകരിക്കുന്നു. നമുക്ക് ഒരു കർത്താവ്, ഒരു രക്ഷ, ഒരു പാനപാത്രം, ഒരേ അപ്പത്തിന്റെ അംശങ്ങൾ, നിത്യത ഒന്ന്. അതുകൊണ്ട് ക്രിസ്തു എല്ലാവർക്കും നമ്മൾ ക്രിസ്തുവിലുള്ള ഏകരക്ഷകനായ കർത്താവിനെ നമുക്ക് വാഴ്ത്താം. മതിലുകൾ കെട്ടിപ്പൊക്കുന്ന ലോകം. ഞാനെന്ന ഭാവം, അഹങ്കാരം, ധാർഷ്ട്യം, വിദ്വേഷം, പക, പിണക്കം, ഈർഷ്യ ഇവ കൊടികുത്തി വാഴുന്ന ലോകം. സ്നേഹത്തിന് അതിർ വരമ്പുകളില്ല, സൗഹൃദത്തിന് സ്ഥാനമാനങ്ങളില്ല, സാഹോദര്യത്തിന് സഭാ വ്യത്യാസമില്ല. എല്ലാവരെയും എല്ലാത്തിനെയും ഒന്നാക്കുന്ന ക്രിസ്തു. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ഒരുമയുടെയും സ്വരുമയുടെയും പ്രതീകം. ആ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. ഭിന്നതകളും വ്യത്യസ്തതകളും അവിടെ അപ്രസക്തമാകുന്നു. അത് ദൃശ്യാവിഷ്കരണത്തിലൂടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. രംഗം ഒന്ന്. ഇതാ യഹൂദയിലെ ഒരു കച്ചവട ദൃശ്യം. ഒരു യവനൻ യെരുശലേം പട്ടണത്തിന്റെ ഒരു കോണിൽ തന്റെ കച്ചവട സാമഗ്രികളുമായി ഇരിക്കുന്നു. കച്ചവടക്കാരന്റെ വളവാളുന്ന യഹൂദൻ ഭിന്നതകൾ
പിന്മുറക്കാം. ഞങ്ങൾ നവീകരണക്കാർ, ഞങ്ങൾ ക്രിസ്തു മാത്രം മധ്യസ്ഥം. പള്ളിയിൽ പള്ളിക്കൂടം തുടങ്ങിയ ക്രൈസ്തവ മിഷന്മാരുടെ പിന്മുറക്കാരാണ്. എന്തിനാണ് സഹോദരൻ നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത്? മലങ്കര അന്ത്യോക്യ നവീകരണ ആംഗ്ലിക്കൻ തർക്കമാണല്ലോ. നിങ്ങൾ ഏത് സഭക്കാരായാലും ക്രിസ്തു എന്നൊരു ഏകരക്ഷകനുള്ളൂ. കണ്ടില്ലേ, അടുത്ത ഞായറാഴ്ച CSC മർത്തോമ സംയുക്ത ആരാധന അവൻ ക്രിസ്തുവിൽ ഏകീകരിക്കുന്നു. നമുക്ക് ഒരു കർത്താവ്, ഒരു രക്ഷ, ഒരു പാനപാത്രം, ഒരേ അപ്പത്തിന്റെ ആവശ്യം, നിത്യത ഒന്ന്. അതുകൊണ്ട് ക്രിസ്തു എല്ലാവർക്കും, എല്ലാവരും ക്രിസ്തുവിലുള്ളവർ. ഏകരക്ഷകനായ കർത്താവിനെ നമുക്ക് വാഴും. അതെ, നാം ക്രിസ്തുവിൽ ഒന്നാണ്. ഒരപ്പത്തിന്റെ അംശികൾ, ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവർ. നമുക്ക് ഒരു രക്ഷകൻ, ഒരു മധ്യസ്ഥൻ, ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരു നിത്യത. പിന്നെ എന്തിന് സഹോദരങ്ങളെ ഭിന്നത? ക്രിസ്തുവിൽ വസിക്കാം, ക്രിസ്തുവിൽ വളരാം, ക്രിസ്തുവിൽ വാഴാം. Yes, let us be one in Christ and work together and be together for the Lord. Thank you. God bless you all. വിദ്വേഷം, പക, പിണക്കം, ഈർഷ്യ ഇവ കൊടികുത്തി വാഴുന്ന ലോകം. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, സൗഹൃദത്തിന് സ്ഥാനമാനങ്ങളില്ല, സാഹോദര്യത്തിന് സഭാ വ്യത്യാസമില്ല. എല്ലാവരെയും എല്ലാത്തിനെയും ഒന്നാക്കുന്ന ക്രിസ്തു ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ഒരുമയുടെയും സ്വരുമയുടെയും പ്രതീകം. ആ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. ഭിന്നതകളും വ്യത്യസ്തതകളും അവിടെ അപ്രസക്തമാകുന്നു. അത് ദൃശ്യാവിഷ്കരണത്തിലൂടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. രംഗം 1. ഇതാ യഹൂദയിലെ ഒരു കച്ചവട ദൃശ്യം. ഒരു യവനൻ യെരുശലേം പട്ടണത്തിന്റെ ഒരു കോണിൽ തന്റെ കച്ചവട സാമഗ്രികളുമായി ഇരിക്കുന്നു. കച്ചവടക്കാരനെതിരെ പടവാളോങ്ങുന്ന യഹൂദൻ. ഭിന്നതകളുടെ നടുവിൽ ക്രിസ്തുവിലൂടെ എല്ലാവരും ഒന്ന് എന്ന സന്ദേശം നൽകുന്ന പൗലോസ്. ദൈവമേ, ഇന്ന് കച്ചവടം ആരംഭിക്കുകയാണ്. നല്ല ലാഭം തരണമേ. പണി കഴിപ്പിച്ച യെരുശലേം ദേവാലയത്തിന് മുൻപിൽ പരദേശിയും യവനനുമായ നിനക്ക് കച്ചവടം ചെയ്യുവാൻ എങ്ങനെ ധൈര്യം വന്നു? ക്രിസ്തുയേശുവിന് ജലം നൽകിയ ശമരിയസ്തരുടെ ദേശക്കാരനാണ് ഞാൻ. ക്രിസ്തുവില്ലാത്ത പക്ഷം അത് നിനക്കെന്തിന്? ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ ദേശത്ത് അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരുവന് സ്ഥാനമില്ല. ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഇവൻ ഇവിടെ തന്നെ കച്ചവടം നടത്തും. അത് സാധ്യമല്ല. അവനെ അവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കൂ. ഇവിടെ സ്ത്രീയും പുരുഷനും എന്ന വേർതിരിവില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ശാന്തരാകുവിൻ. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നത്രേ. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. രംഗം 2. പടലപ്പിണക്കങ്ങളുടെയും പക്ഷപാതത്തിന്റെയും അധികാര കസേരയ്ക്കുള്ള വടംവലിയുടെയും ഈറ്റില്ലമാണ് ഇടവകളും സഭകളും. ആദിമ സഭയിലെ കൊരിന്തി സഭയിൽ ഒട്ടും വിഭിന്നമല്ല. കൊരിന്തി സഭയിലെ ഒരു രൂക്ഷ പള്ളിത്തർക്കം ക്രിസ്തുവിൽ ഒന്ന് എന്ന സന്ദേശം നൽകി പൗലോസ് പരിഹരിക്കുന്നു. ആരാണ് ഈ പൗലോസ്? വല്ലപ്പോഴും വരും, കുറെ പ്രസംഗിക്കും, കുറെ ഉപദേശിക്കും, പിന്നെ കുറെ കത്തയക്കും. അപ്പല്ലോസ് എന്നോട് എപ്പോഴും ഉണ്ടല്ലോ. നന്നായി പ്രാർത്ഥിക്കും, പ്രസംഗിക്കും. ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. നിങ്ങൾ എന്താ ഈ
പറയുന്നത് പൗലോസ് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവൻ, സുവിശേഷത്തിൽ ലജ്ജയില്ലാത്തവൻ, നല്ല പരിജ്ഞാനമുള്ളവൻ, തികഞ്ഞ ആത്മീയൻ. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ തന്നെ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. ദൈവമല്ലേ വളർത്തുമാറാക്കിയത്. ഞങ്ങൾ ഒരു ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. നാം ക്രിസ്തുവിൽ ഒന്നാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ തർക്കിക്കുന്നത്? പൗലോസ് പറഞ്ഞതുപോലെ നാം എല്ലാവരും ക്രിസ്തുവിന്റെ മക്കളല്ലേ? ഇനി നിങ്ങൾ ദാസനല്ല, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാവും. നിങ്ങൾ ക്രിസ്തുവിനുള്ളത്, ക്രിസ്തുവോ ദൈവത്തിനുള്ളവൻ. രംഗം 3. സഭകളിൽ മാത്രമല്ല, ക്രൈസ്തവ സമ്മേളനങ്ങളിൽ പോലും പോർവിളിയും ചേരിതിരിവും സങ്കുചിത മനോഭാവവും ദൃശ്യമാണ്. വ്യർത്ഥ പാരമ്പര്യവും മേൽക്കോയ്മയും മേനിപറച്ചിലും കൊണ്ട് വീമ്പിളക്കുന്ന വിവിധ സഭകൾ അവരുടെ മധ്യത്തിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഏകതയുടെയും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നു. വേഗം വാ, സമ്മേളനം തുടങ്ങി കാണും. ഞങ്ങൾ അന്ത്യോക്യക്കാർ, അവിടെ തുടക്കം. ഞങ്ങൾ പഴമക്കാരാണ്. ഞങ്ങൾ ഈ മണ്ണിന്റെ മക്കൾ. സെന്റ് തോമസ് ഇവിടെ നിന്ന് സ്ഥാപിച്ച സഭയുടെ പിന്മുറക്കാർ. ഞങ്ങൾ നവീകരണക്കാർ. ഞങ്ങൾക്ക് മധ്യസ്ഥൻ ക്രിസ്തു മാത്രം. പള്ളിക്കൂടം തുടങ്ങിയ ക്രൈസ്തവ മിഷനുമാരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ. എന്തിനാണ് സഹോദരി നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത്? മലങ്കര അന്ത്യോക്യ നവീകരണ ആംഗലികൻ തർക്കമാണ് ഇത്. നിങ്ങൾ ഏത് സഭക്കാരായാലും ക്രിസ്തു എന്നൊരു ഏക രക്ഷകനേ ഉള്ളൂ. കണ്ടില്ലേ, അടുത്ത ഞായറാഴ്ച CSA മാർത്തോമ സംയുക്ത ആരാധന. അവർ ക്രിസ്തുവിൽ ഏകീകരിക്കുന്നു. നമുക്ക് ഒരു കർത്താവ്, ഒരു രക്ഷ, ഒരു പാനപാത്രം, ഒരേ അപ്പത്തിന്റെ അംശികൾ, നിത്യത ഒന്ന്. അതുകൊണ്ട് ക്രിസ്തു എല്ലാവർക്കും, എല്ലാവരും ക്രിസ്തുവിലുള്ളവർ. ഏകരക്ഷകനായ കർത്താവിനെ നമുക്ക് വാഴ്ത്താം. അതെ, നാം ക്രിസ്തുവിൽ ഒന്നാണ്. ഒരപ്പത്തിന്റെ അംശികൾ, ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവർ. നമുക്കൊരു രക്ഷകൻ, ഒരു മധ്യസ്ഥൻ, ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരു നിത്യത. പിന്നെന്തിന് സഹോദരങ്ങളെ ഭിന്നത? ക്രിസ്തുവിൽ വസിക്കാം, ക്രിസ്തുവിൽ വളരാം, ക്രിസ്തുവിൽ വാഴാം. Yes, let us be one in Christ and work together and win together for the Lord. Thank you. God bless you all.